പാലക്കാടേക്ക് പോവുകയാണ്. സംസ്ഥാനത്ത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഉറ്റുനോക്കിയത് പാലക്കാട്ടേക്കാണ്, പാലക്കാട് മണ്ഡലത്തിലേക്കാണ്. അവിടെ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നു. BJP അക്കൗണ്ട് തുറക്കുമോ എന്ന വലിയ രീതിയിലുള്ള പ്രതീക്ഷ അവരെ സംബന്ധിച്ച് അവർ വെച്ചു പുലർത്തുന്നുണ്ട് പാലക്കാടിനെ സംബന്ധിച്ച്. ഒപ്പം ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ട ഡീൽ ആരോപണം അത് പാലക്കാടിനെ ചുറ്റിപ്പറ്റി തുടങ്ങിയതാണ്. അങ്ങനെയുള്ള ഡീൽ ആരോപണങ്ങൾ കൂടി നിലനിൽക്കുന്നുണ്ട് പാലക്കാട് LDFന്റെ അപ്രമാദിത്വം തുടരുമോ അതോ പാലക്കാടും മണ്ണാർക്കാടും ഒഴിച്ചുള്ള ഇടങ്ങളിലേക്ക് കൂടി UDFന്റെ കടന്നുകയറ്റം ഉണ്ടാകുമോ എന്നതൊക്കെയാണ് നമ്മൾക്ക് നോക്കേണ്ടത്. CV അനുമോദ് നമുക്കൊപ്പം ചേരുന്നു. അനുമോദ്, പാലക്കാട് മണ്ണാർക്കാട് ഇതാണ് UDFന് പാലക്കാടിനെ സംബന്ധിച്ച് അവർക്കൊപ്പം നിൽക്കുമെന്ന് ഉറപ്പുള്ള മണ്ഡലങ്ങൾ. അതിൽ പാലക്കാട് ഇപ്പോൾ ശക്തമായ മത്സരത്തിലേക്ക് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോഴും UDFനെ സംബന്ധിച്ച് അവർ ഒരു പ്രതീക്ഷ നിലനിർത്തുന്നുണ്ട്. അതിനപ്പുറം മറ്റൊന്നും സംഭവിക്കില്ല എന്നൊരു ആത്മവിശ്വാസം LDFനെ സംബന്ധിച്ചുണ്ട്. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ. പല മണ്ഡലങ്ങളിലും ശക്തമായ മത്സരങ്ങൾ നടക്കുന്നു എന്നതാണ് ഗ്രൗണ്ടിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പോൾ എന്താണ് പാലക്കാട് നടക്കാൻ പോകുന്നത്? ഏറ്റവും കൂടുതൽ പാലക്കാടിനെ സ്വാധീനിക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്? എന്ത് സംഭവിക്കും? രേണുക, പാലക്കാട് 12-ൽ 10 LDF ആണ്. അതിൽ തന്നെ 9 CPM ആണ്. ഇത്തവണ നേരത്തെ രേണുക സൂചിപ്പിച്ചതുപോലെ പാലക്കാടിനും മണ്ണാർക്കാടിനും പുറമെ കൂടുതൽ സീറ്റുകൾ കരസ്ഥമാക്കാൻ തന്നെയാണ് UDFന്റെ ശ്രമം. നമ്മൾ ഓരോ മണ്ഡലത്തിലേക്ക് വരുമ്പോൾ മത്സരം നടക്കുന്ന പ്രധാനപ്പെട്ട മണ്ഡലം രേണുക സൂചിപ്പിച്ച പാലക്കാട് തന്നെയാണ്. അവിടെ ശോഭാ സുരേന്ദ്രൻ BJPയുടെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ പ്രതീക്ഷ, ഏറ്റവും കരുത്തുള്ള പോരാട്ടം നടക്കുന്ന മണ്ഡലത്തിൽ അവിടെ BJP ഇത്തവണ അക്കൗണ്ട് തുറക്കുമെന്ന ആത്മവിശ്വാസത്തിലാണുള്ളത്. അവിടെ രമേശ് പിഷാരടി UDFന്റെ സ്ഥാനാർത്ഥിയായിട്ടുണ്ട്. അദ്ദേഹവും മികച്ച ഒരു പോരാട്ടം തന്നെയാണ് അവിടെ നടത്തുന്നത്. പാലക്കാടിലെ ഏറ്റവും പ്രധാനമാവുക സ്ത്രീ വോട്ടുകൾ തന്നെയാകും. പ്രത്യേകിച്ച് അവിടുത്തെ സിറ്റിംഗ് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന സ്ത്രീ പീഡന ആരോപണങ്ങൾ, അതിനൊപ്പം തന്നെ തൊട്ടടുത്ത് വന്ന കൗൺസിലർക്കെതിരായിട്ടുള്ള ലൈംഗിക പീഡനാരോപണങ്ങൾ തുടങ്ങി ഈ സ്ത്രീ സംബന്ധമായ വിഷയങ്ങളിൽ അവിടെ വലിയ വിവാദങ്ങൾ ഉണ്ടായ സാഹചര്യത്തിൽ ശോഭാ സുരേന്ദ്രനെ പോലെ സ്ത്രീപക്ഷ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു വനിത എന്ന നിലയ്ക്ക് അവർ നേടുന്ന വോട്ടുകൾ അവിടെ പ്രധാനപ്പെട്ടതാകും. സ്ത്രീ വോട്ടുകൾ ശോഭാ സുരേന്ദ്രൻ അനുകൂലമായിട്ട് വരുന്ന സാഹചര്യം വരികയാണെങ്കിൽ, രാഷ്ട്രീയ ഭേദമന്യേ സ്ത്രീ വോട്ടുകൾ മറിയുകയാണെങ്കിൽ അവിടെ BJPക്ക് അവിടെ വിജയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ സിറ്റിംഗ് സീറ്റാണ് കോൺഗ്രസിൻ്റെ. അതുകൊണ്ട് തന്നെ രമേശ് പിഷാരടിക്ക് അത്തരത്തിലൊരു മേധാവിത്വം അവിടെ എടുക്കാം. മാത്രമല്ല 18,000-ലേറെ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് കോൺഗ്രസ് അവിടെ ജയിച്ചത്. അപ്പോൾ രമേശ് പിഷാരടിയെ സംബന്ധിച്ച് അത് നിലനിർത്തി പോവുക എന്നത് മാത്രമാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അവിടെ ശോഭാ സുരേന്ദ്രനെ മറികടക്കുക ഒരു വെല്ലുവിളിയാണ്. മാത്രമല്ല NMR റസാഖ് അവിടെ നേടുന്ന വോട്ടുകളും വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ സാമുദായികമായിട്ട് അദ്ദേഹത്തിന് വളരെ സ്വാധീനമുള്ളൊരു മേഖല കൂടിയാണ് പാലക്കാട്. അപ്പോൾ അദ്ദേഹത്തിന് അനുകൂലമായിട്ട് ആ സാമുദായിക വോട്ടുകൾ, റാവുത്തർ വോട്ടുകൾ നീങ്ങുകയാണെങ്കിൽ അത് സ്വാഭാവികമായിട്ടും UDFലേക്ക് പോകേണ്ടിയിരുന്ന വോട്ടുകൾ LDFലേക്ക് പോവുകയാണെങ്കിൽ അതിൻ്റെ ഗുണം കിട്ടുക BJPക്ക് ആകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അദ്ദേഹം നേടുന്ന വോട്ടുകൾ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് പാലക്കാട് വിധി നിർണ്ണയിക്കുന്നതിൽ. നിലവിൽ ഒരു ത്രികോണ മത്സരം എന്ന് പറയാനാവില്ലെങ്കിൽ പോലും LDFന്റെ വോട്ടുകൾ വിധി നിർണായകമാകുന്ന സാഹചര്യത്തിൽ വളരെ 3 പാർട്ടികൾക്കും പ്രധാനപ്പെട്ട ഒന്ന് തന്നെ പാലക്കാട് മാറുന്നു. നിലവിൽ ആർക്കാണ് മേൽക്കൈ എന്ന് പറയാനാകില്ലെങ്കിലും NDAക്കും UDFനും ഒരേപോലെ പ്രധാനപ്പെട്ട, ഒരേപോലെ അവകാശപ്പെടാൻ കഴിയുന്ന തരത്തിലൊരു മത്സരമാണ് പാലക്കാട് നടക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട മത്സരം നടക്കുന്നത് തൃത്താലയാണ്. നമുക്കറിയാം MP രാജേഷും VT ബൽറാം എന്നുള്ള പോരാട്ടം. അവിടെ മുസ്ലിം വോട്ടുകൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇത്തവണ SDPയുടെ സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കുന്നുണ്ട് എന്നുള്ളതും നിർണായകമായ ഒന്നാണ്. അങ്ങനെ ആ SDP അവിടെ നേടുന്ന വോട്ടുകളും അവിടുത്തെ വിധി നിർണ്ണയിക്കുന്നത് നിർണായകം. 3000-ലേറെ വോട്ടുകൾക്കാണ് കഴിഞ്ഞ തവണ MP രാജേഷ് അവിടെ ജയിച്ചത്. അപ്പോൾ ആ മേഖലയിലെ മുസ്ലിം വോട്ടുകൾ എവിടേക്ക് പോകുന്നു എന്നുള്ളതും തൃത്താലയിലെ വിധി നിർണ്ണയിക്കുന്നതിന് നിർണായകമാകുന്ന ഒന്നാണ്. UDF അവകാശപ്പെടുന്നത് അവർക്ക് മുസ്ലിം ലീഗിൻ്റെ കൂടി പിന്തുണയുള്ള സാഹചര്യത്തിൽ അവിടെ അവർക്കൊരു വിജയ സാധ്യതയുണ്ടെന്ന് അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ സിറ്റിംഗ് MLA എന്ന നിലയ്ക്ക് പാലക്കാട് തൃത്താലയിൽ നടത്തിയ വികസനങ്ങൾ, ആ വികസന പ്രവർത്തനങ്ങൾ മാത്രം മതി വീണ്ടും രാജേഷിനെ വിജയിപ്പിക്കാനാണ് LDFന്റെ അവകാശവാദം. അപ്പോൾ വികസനം ഒരു പ്രധാന വിഷയമായിട്ടുള്ള മണ്ഡലമെന്നാണ് തൃത്താല. അവിടെയും വലിയ പോരാട്ടം നടക്കുന്നു. പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട മത്സരങ്ങൾ നടക്കുന്ന ഒരിടം നേരത്തെ തന്നെ വാർത്തകളിൽ ഇടം പിടിച്ച ഒറ്റപ്പാലമാണ്. ഒറ്റപ്പാലത്ത് രേണുവയ്ക്ക് അറിയാം, അവിടെ PK ശശി UDFന്റെ സ്ഥാനാർത്ഥിയായി വന്നതോടെ LDFന് ഭീഷണിയാവുമെങ്കിൽ പോലും UDFന്റെ സ്ഥാനാർത്ഥിയായി ശശി എത്ര വോട്ടുകൾ നേടുമെന്നുള്ളത് അവിടെ വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറുന്നുണ്ട്. അതോടൊപ്പം ചിറ്റൂരും കോങ്ങാടും വലിയ പോരാട്ടങ്ങൾ നടന്നു. ഇവിടെയൊക്കെ UDFനെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ കിട്ടാത്ത
സീറ്റുകളാണ്. അത് പിടിച്ചെടുക്കാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസമാണ് ഇവിടെയെല്ലാം തന്നെ UDF വെച്ചു പുലർത്തുന്നത്. ശരി, എന്തായാലും ശക്തമായ മത്സരം പലയിടങ്ങളിലും പാലക്കാട് നടക്കുന്നു എന്നതാണ് സാഹചര്യം. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റുകൾ നഷ്ടപ്പെടാനുള്ള സാഹചര്യവും സാധ്യതയും ഇടതുപക്ഷത്തിനെ സംബന്ധിച്ച് ഉണ്ടോ എന്നതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. അത്തരത്തിലുള്ള മത്സരങ്ങൾ നടക്കുന്ന ഇടങ്ങളുണ്ട്. അതേസമയം ഒറ്റപ്പാലം എന്തുകൊണ്ടും ജയിക്കണം എന്ന് ഇടതുപക്ഷം ഉറപ്പിക്കുന്ന മണ്ഡലം കൂടിയാണ്. അങ്ങനെയൊക്കെയുള്ള നിരവധി ഫാക്ടർ പാലക്കാടിനെ സംബന്ധിച്ചുണ്ട്. അപ്പോൾ BJPയുടെ പ്രതീക്ഷയും പാലക്കാടിനെ സംബന്ധിച്ച് റിസൾട്ട് വരുന്ന ദിവസം എല്ലാവരും ഉറ്റുനോക്കുന്ന ഒന്നായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.